ഇന്നൊരു പനീർ ടിക്ക മസാല ബണ്ണിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കഴിക്കുന്ന ആ ബണ്ണിൻ്റെ അതേ സോഫ്റ്റ്നെസ്സും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ബണ്ണാണ്. നമുക്കിത് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഫില്ലിങ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ചിക്കനോ ബീഫോ അതുപോലെ വെജിറ്റബിൾ നിങ്ങൾ ഇഷ്ടം പോലെ ഫില്ലിങ് വെച്ച് ചെയ്യാം ഇത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കും നോക്കാം. ബണ്ണുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഈസ്റ്റാണ്. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ പഞ്ചസാര നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 2 ടീസ്പൂൺ മൈദയാണ്. അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/2 കപ്പ് ചൂട് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 5 മുതൽ ഒരു 10 മിനിറ്റ് വരെ വെക്കാം. നല്ല ചൂടുള്ള ക്ലൈമറ്റൊക്കെ ആണെങ്കിൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ ഇതുപോലെ പൊങ്ങി വരും. ഇപ്പോൾ നന്നായിട്ട് ഇത് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഒരു വലിയ ബൗളിലേക്ക് ഒരു 3 കപ്പ് മൈദപ്പൊടി എടുക്കുക. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലാണ്. വെജിറ്റബിൾ ഓയിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒലീവ് ഓയിലായാലും ചേർത്ത് കൊടുക്കുക. ഒലീവ് ഓയിലാകുമ്പോൾ കുറച്ചുകൂടി ഹെൽത്തി ആവും. ഇതൊന്ന് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇത് ഇതുപോലെ തന്നെ സ്റ്റെപ്പായിട്ട് തന്നെ ചെയ്യണം. എല്ലാം ഒന്നിച്ചങ്ങ് മിക്സ് ചെയ്യരുത്. ഇനി ഇതിലേക്ക് ഈസ്റ്റ് മിക്സില്ലേ അത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. വെള്ളത്തിനൊരു കറക്റ്റ് അളവില്ല. ശരിക്കും നമുക്കൊരു നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഡോ കിട്ടുന്നവരെ ഈ വെള്ളം കുറേശ്ശെ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുക. ഏകദേശം ഒരു 15 മിനിറ്റ് എങ്കിലും നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. എന്നാൽ മാത്രമേ നല്ലൊരു ഡോ ആയിട്ട് നമുക്ക് കിട്ടും. പിന്നെ വെള്ളം എപ്പോഴും ഇളം ചൂടുള്ള വെള്ളമായിരിക്കണേ. ഇതാ ഇവിടെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 15 മിനിറ്റോളം ഞാനിതിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ച് ഓയിൽ തടവിട്ട് നമുക്കിതൊരു 45 മുതൽ 50 മിനിറ്റ് വരെ അടച്ചു വെക്കാം. ഇനി വേറൊരു ബൗളിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം. അതായത് ഒരു ചെറിയൊരു ക്യാപ്സിക്കം, ഒരു ചെറിയൊരു തക്കാളി, പിന്നെ ഒരു ഉള്ളി. ഇതൊക്കെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തതാണ്. തക്കാളി അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് അതിൻ്റെ തൊലി മാത്രം എടുത്തതാണ്. ആ തൊലി എന്ന് വെച്ചാൽ ഉൾഭാഗത്തുള്ള ദശയുള്ള ഭാഗം റിമൂവ് ചെയ്തിട്ട് കട്ടിയുള്ള തൊലി ഭാഗം മാത്രം എടുത്തത്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു 200 ഗ്രാം പനീർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പനീർ വേണമെങ്കിൽ പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ 1 ടീസ്പൂൺ ഞാനിവിടെ വിനീഗറാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ലെമൺ ജ്യൂസും ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ടീസ്പൂൺ ഉപ്പ്. പിന്നെ ചേർത്ത് കൊടുത്തത് തൈരാണ്. ഒരു 1/4 കപ്പോളം തൈരും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് കുറച്ച് വെജിറ്റബിൾ ഓയിലും പിന്നെ ചാട്ട് മസാലയൊക്കെ ചേർത്ത് കൊടുക്കുക. ഇതൊരു 30 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിൽ ചൂടാകുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് നല്ല ഫ്ലെയിമിൽ തന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് ഇളക്കിയിട്ട് ഈ വെജിറ്റബിളൊക്കെ ഉടച്ചെടുക്കരുത്. ഈ വെജിറ്റബിളൊക്കെ ഒന്ന് ഫ്രഷായിട്ട് ഒന്ന് നിൽക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഒന്ന് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കുകയാണ് വേണ്ടത്. ഇതിലേക്ക് ഒരു ടീസ്പൂൺ കെച്ചപ്പ് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ വെള്ളമൊക്കെ ഡ്രൈ ആവുന്നുണ്ട്. ഇത് ഒരുപാട് അങ്ങ് ഓവർ മിക്സ് ചെയ്യരുത്. കാരണം നമ്മൾ തക്കാളിയൊക്കെ ഉടഞ്ഞു പോകും. അപ്പോൾ ടേസ്റ്റ് ആകെ മാറിപ്പോവും. അപ്പോൾ ഒരുപാട് അങ്ങ് ഇളക്കി കൊടുക്കാണ്ട് നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇതൊന്ന് ഡ്രൈ ആക്കി എടുക്കുക. ഇതിലേക്ക് കുറച്ച് ഒറിഗാനോ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒറിഗാനോക്ക് പകരം കസൂരി മേത്തി ഇല്ലേ അതായാലും മതി. ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫ്രഷ് ക്രീം വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. നിർബന്ധമൊന്നുമില്ല. 1-2 ടീസ്പൂൺ ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. അതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. നമ്മുടെ ഡോ ഇവിടെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളി ഡോ ആണ്. അപ്പോൾ ഇതൊന്ന് 2 മിനിറ്റ് ഒന്നുകൂടി നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇതിനുള്ളിൽ എയറൊക്കെ ഒന്ന് പോകാൻ വേണ്ടി ഒന്നുകൂടി നന്നായിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കണം. കയ്യിൽ ഒട്ടുന്നുണ്ടെങ്കിൽ കുറച്ച് കയ്യിൽ എണ്ണ തടവിയിട്ട് ഒന്ന് കുഴച്ചെടുക്കാൻ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഞാൻ കുറച്ച് മൊസറല്ല ചീസ് എടുത്തിട്ടുണ്ട് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട്. നമ്മുടെ പനീറിൻ്റെ മസാല അതും നന്നായിട്ട് തണുത്തിട്ടുണ്ട്. പനീർ ടിക്ക മസാല
നന്നായി തണുത്തതിന് ശേഷം മാത്രമേ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റൂ. ഇനി വലിയൊരു ബോൾ ഇതുപോലെ എടുക്കുക, ഓരോ ഉരുളകളായിട്ട് എടുക്കുക. ഈ ഒരു ഡോ ഒരുപാട് കട്ടിയല്ലാത്തതുകൊണ്ട് തന്നെ കയ്യിൽ കുറച്ച് ഒട്ടും, അപ്പോൾ കയ്യിൽ എണ്ണ തടവിയിട്ട് തന്നെ ഇതുപോലെ ചെയ്യാൻ നോക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ബണ്ണിൻ്റെ ഷേപ്പിലാക്കി എടുക്കുക. ഈ ഫില്ലിങ് ഓവറായിട്ട് ഫില്ല് ചെയ്യരുത്. ഇത് ഫസ്റ്റ് ഞാൻ ചീസ് ഇല്ലാണ്ടാണ് ഇത് ഫില്ല് ചെയ്യുന്നത്. ചീസ് ഇല്ലാതെയും നല്ല ടേസ്റ്റൊക്കെയാണ്. ചീസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് കൂടും, അത്രേ ഉള്ളൂ. ഇത് ചീസ് ഇല്ലാണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ബണ്ണിൻ്റെ ഷേപ്പിലാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഡിസൈന് വേണ്ടിയിട്ട് ഞാനൊരു ട്രിക്ക് കാണിച്ചു തരാം. ഇതുപോലെയുള്ള സാധനം അരിപ്പ നിങ്ങളുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും ഉണ്ടാവും. അതിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഷേപ്പിൽ കിട്ടും. നല്ല റൗണ്ട് ഷേപ്പിൽ നല്ലൊരു അതിൻ്റെ മേലെ അതിൻ്റെ ഒരു ഡിസൈനും കിട്ടും. അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്യുക. അപ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്യുമ്പോൾ ആ ഒരു ഡിസൈൻ ശരിക്കും വരും. കണ്ടില്ലേ, ഇതുപോലെ കിട്ടും. അതിനൊന്ന് ഞാൻ ചീസ് വെച്ചിട്ട് ഫില്ല് ചെയ്യുന്നതും കൂടി കാണിച്ചു തരാം. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, ഞാൻ ഫസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. നിങ്ങൾ ചിക്കൻ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ ബോൺലെസ് ചിക്കൻ ഈ പനീർ ചെയ്യുമ്പോൾ തന്നെ തൈരിൽ മാരിനേറ്റ് ചെയ്യുക. സെയിം റെസിപ്പി തന്നെ, സെയിം ഇൻഗ്രീഡിയൻസ് തന്നെ എടുക്കുക. എന്നിട്ട് മാരിനേറ്റ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ചിക്കൻ ഫ്രൈ ചെയ്യുക. ഓക്കെ, വെജിറ്റബിൾസൊക്കെ അതിൽ തന്നെ വെച്ചിട്ട് ആദ്യം ഫസ്റ്റ് ചിക്കൻ മാത്രം സെപ്പറേറ്റ് എടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള വെജിറ്റബിൾസ് കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്താൽ മതി. കാരണം നമ്മൾ വെജിറ്റബിൾസ് ക്യാപ്സിക്കും തക്കാളിയും ഒക്കെ എല്ലാം വെന്ത് ഉടഞ്ഞു പോകും ഒന്നിച്ചിട്ടാൽ. അപ്പോൾ ചിക്കൻ വേറെ തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക, ചിക്കനാണ് ചെയ്യുന്നതെങ്കിൽ. ഓക്കെ, ഇത് നമുക്ക് ഇതുപോലെ ഫസ്റ്റ് ചെയ്ത പോലെ തന്നെ ചെയ്തെടുക്കുക. ഇതുപോലെ ബണ്ണിൻ്റെ ഷേപ്പിലാക്കിയിട്ട് ഇതിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തെടുക്കുക. പിന്നെ പ്രസ് ചെയ്യുമ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്യുക, എന്നാൽ മാത്രമേ ആ അരിപ്പയുടെ ആ ഡിസൈൻ ഇല്ല അത് ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഇതുപോലെ കിട്ടും. കണ്ടില്ലേ, അങ്ങനെ എല്ലാം ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് എഗ്ഗ് വാഷ് ചെയ്ത് കൊടുക്കാം. ഒരു മുട്ട ഉടച്ചിട്ട് കുറച്ച് വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് എടുത്തതാണ്. ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ ഇതിൻ്റെ മുകളിൽ കരിഞ്ചീരകമാണ് വെച്ച് കൊടുക്കുന്നത്. ബ്ലാക്ക് സീഡ്സ് കറുത്ത എള്ളുണ്ടെങ്കിൽ അതായാലും വെച്ച് കൊടുത്താൽ മതി. ഇനി ഇത് നമുക്കൊരു 200 ഡിഗ്രി പ്രീ ഹീറ്റ് ചെയ്ത ഓവനിൽ 20 മുതൽ 25 മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കാം. പിന്നെ ഞാനിതിവിടെ ഗ്യാസിൻ്റെ മേലെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 4 എണ്ണം മാറ്റി വെച്ചത് സ്റ്റീൽ പ്ലേറ്റിൽ ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് എഗ്ഗ് വാഷ് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിൽ ഞാൻ കരിഞ്ചീരകം ഫുള്ളായിട്ട് വെതറി കൊടുക്കുന്നില്ല, കുറച്ച് ചെറുതായിട്ടൊന്ന് ആ ഡിഫറൻറ്റ് മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് ഗ്യാസ് സ്റ്റോപ്പിൽ വെക്കുന്നതും ഓവനിൽ വെക്കുന്നതിന് ഡിഫറൻസ് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഞാൻ കരിഞ്ചീരകം ജസ്റ്റ് മിഡിൽ മാത്രമേ വെച്ച് കൊടുക്കുന്നുള്ളൂ. ചിലർ ഓവനിൽ വെച്ചിട്ട് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചതാണെന്നും പറഞ്ഞിട്ട് വീഡിയോ കാണിക്കാറുണ്ട്. ശരിക്കും ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച് എങ്ങനെ ഇരിക്കുന്നത് ഞാൻ ശരിക്കും കാണിച്ചു തരാം. ഇതിപ്പോൾ ഒരു 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത ഒരു പാത്രമാണ്. ഇതിലേക്ക് നമുക്കൊരു സ്റ്റാൻഡ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ അകത്തേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. കൈ പൊള്ളാതെ സൂക്ഷിക്കണേ. ഇതിനെ അടച്ച് വെച്ചിട്ട് ഒരു 40-45 മിനിറ്റ് വരെ ഇതുപോലെ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. ലോ ഫ്ലെയിമിലല്ലേ, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഓവനിൽ വെച്ചത് ഏകദേശം ഒരു 25 മിനിറ്റൊക്കെ ആകുമ്പോൾ തന്നെ ഇതുപോലെ നന്നായിട്ട് വന്നിട്ടുണ്ട്, പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല അടിപൊളി ബന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അതേസമയം ഒരു 25 മിനിറ്റ് ആയിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ച ബണ്ണ് ഉണ്ടോ അത് ശരിക്കും ആയിട്ടില്ല. നമുക്ക് കുറച്ച് ടൈമും കൂടി വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 40 മിനിറ്റ് കഴിഞ്ഞ് ഏകദേശം ഒരു 42 മിനിറ്റൊക്കെ ആയപ്പോഴാണ് ഇത് ഇതുപോലെ ആയി കിട്ടിയത്. പക്ഷെ നമ്മൾ ഗ്യാസ് സ്റ്റോപ്പിൽ വെക്കുമ്പോൾ കണ്ടില്ലേ, ഇതിൻ്റെ മുകൾ ഭാഗം നല്ല കളർ കിട്ടില്ല. പക്ഷേ ഓവൻ്റെ മേലെ വെച്ചത് കണ്ടില്ലേ, നല്ല കളർ കിട്ടും. അതാണ് ഒരു ഡിഫറൻറ്റ്. പക്ഷേ നന്നായിട്ട് പൊങ്ങി വരികയൊക്കെ ചെയ്യും, നല്ല സോഫ്റ്റും ആയിരിക്കും. അതുപോലെ കഴിക്കാനും നല്ല സെയിം ടേസ്റ്റ് തന്നെ ആയിരിക്കും. ആ ഒരു കളർ ഡിഫറൻറ്റ് മാത്രമേ വരുന്നുള്ളൂ. ഓവനിൽ വെക്കുന്നത് കുറച്ചുകൂടി നന്നായിട്ട് കളർ കിട്ടും. നമ്മൾ ബണ്ണ് നല്ല സോഫ്റ്റാണ്, ഉൾഭാഗത്ത് ചീസ് ഇട്ടുകൊണ്ട് തന്നെ കണ്ടില്ലേ, കാണുമ്പോൾ തന്നെ നല്ല കഴിക്കാൻ തോന്നും. ഇത് നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ സിമ്പിളാണ്, എളുപ്പത്തിലാക്കാൻ പറ്റും. ഞാനിതിപ്പോൾ ഡിന്നറിനാണ് ആക്കിയത്. ഈ ഒരു ബന്നും
എന്തെങ്കിലും ഒരു മിൽക്ക് ഷേക്കും ഉണ്ടെങ്കിൽ ഡിന്നർ കംപ്ലീറ്റ് ആയി, നല്ലൊരു ഡിന്നറായി. എന്നാൽ ഞാനിത് ഗ്യാസ് സ്റ്റോപ്പിൽ വെച്ചത് ഞാനൊന്ന് കാണിച്ചു തരാം. നല്ല സോഫ്റ്റാണ്, മുകൾ ഭാഗം കളറില്ലാന്നില്ല, ഒരു ഡിഫറൻറ്റ് മാത്രമേ ഉള്ളൂ. കണ്ടില്ല, നല്ല സോഫ്റ്റ് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഓവണില്ലാന്ന് വിചാരിച്ചിട്ട് ആരും ഉണ്ടാക്കാതിരിക്കരുത്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ പനീർ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചിക്കനോ ബീഫോ എന്ത് വെച്ചിട്ടും ചെയ്യാം. പിന്നെന്താ, വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻസ് ഒക്കെ ഒന്ന് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും താങ്ക് യു.